നമ്മുടെ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ എല്ലാം തീർന്നു. ഓരോ കാര്യങ്ങളെയും ഏത് തരം മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ സമീപിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ താക്കോല്. പറഞ്ഞു പഴകിയൊരു കഥയില്ലേ, ഷൂ കമ്പനിയുടെ ഉടമ ആഫ്രിക്കയിലെ 2 ഉൾപ്രദേശങ്ങളിലേക്ക് അവരുടെ ഷൂ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എക്സിക്യൂട്ടീവുമാരെ വിട്ടു. അവിടെ ചെന്നപ്പോൾ 2 ആളും ഞെട്ടിപ്പോയി. കാരണം ആ പ്രദേശത്തുള്ളവരാരും ചെരുപ്പ് ഉപയോഗിക്കുന്നേയില്ല. ഒരാൾ കമ്പനിയിലേക്ക് അപ്പം തന്നെ കമ്പി അടിച്ചു. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല സാർ, ഇവിടെ ആരും ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോരുകയാണ് എന്ന്. രണ്ടാമത്തെ ആൾ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: നമ്മുടെ ഉൽപ്പാദനം പെട്ടെന്ന് കൂട്ടുക. കാരണം ഇവിടെ ആരും ഇതുവരെ ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നന്നായി മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ പുതിയ സാധനം ആയതുകൊണ്ട് നല്ല സ്കോപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഷൂസും ചെരുപ്പുമൊക്കെ കയറ്റി അയക്കാനുള്ള സംവിധാനം അവിടെ നിന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് ഒരേ കാര്യത്തിൽ 2 പേരുടെ മനോഭാവത്തിലുള്ള വ്യത്യാസം. ഒരു ഉഗ്രൻ സംഭവ കഥ കൂടിയുണ്ട്. എന്തായാലും നമ്മൾ ചെരുപ്പിൻ്റെ കഥ പറഞ്ഞാണല്ലോ തുടങ്ങിയത്, അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കഥ പറയാം. കൽക്കത്ത യൂണിവേഴ്സിറ്റി നിർമ്മിക്കാനുള്ള ധനം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വര വിദ്യാസാഗർ അലഞ്ഞു നടക്കുന്ന കാലമാണ്. അയോധ്യയിലെ നവാബിന് ആ പദ്ധതിയോട് പുച്ഛമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വര വിദ്യാസാഗർ തൻ്റെ സഞ്ചിയുമായിട്ട് നവാബിന് മുമ്പിലെത്തിയപ്പോൾ നവാബ് അതിനകത്തേക്ക് അവഗണനയോടുകൂടി തൻ്റെ പഴയ 2 ചെരുപ്പുകൾ ഇട്ട് കൊടുത്തു. ഈശ്വര വിദ്യാസാഗർ എന്തു ചെയ്തു എന്നറിയോ? നവാബിൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ ആ ചെരുപ്പ് ലേലത്തിന് വെച്ചു. നവാബിൻ്റെ ചെരുപ്പല്ലേ, അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂട്ടമായിട്ട് ലേലത്തിനെത്തി. അവസാനം ആ ചെരുപ്പ് വിറ്റുപോയത് അന്നുവരെ ഈശ്വര വിദ്യാസാഗറിന് പലരിൽ നിന്നും കിട്ടിയതിനേക്കാൾ വലിയ തുകയായിരുന്നു. അതാണ് മനോഭാവം. ചുറ്റുമുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോഴും ഇകഴ്ത്തുമ്പോഴും വലിച്ചു കീറുമ്പോഴും നമ്മൾ എന്ത് മനോഭാവം എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാവുക. ചിലരുടെ വരികൾ, പലരുടെ കഥകൾ.